ഹായ് കൂട്ടുകാരെ, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണ്ട. ഞാൻ 2 ട്വിൻസ് ബേബി മാത്രമാണല്ലോ. ഞങ്ങൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞങ്ങൾ ഇന്ന് പച്ചരി ഇട്ടിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. പരിപ്പ് താളിച്ചിട്ടുണ്ട്. പരിപ്പ് താളിച്ചെന്ന് ഞങ്ങളിവിടെ പറയുക. പിന്നെ കിളിമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മസാല ഇട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മസാല എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ ഇട്ടിട്ട് കിളിമീൻ വെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ട്വിൻസ് ബേബീസാണ്. അവർ വെയിറ്റ് ചെയ്തിരുന്നു. എനിക്ക് മീൻ കിട്ടി അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആ മീൻ വേവുന്ന വരെ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ചോറ് വെന്തു, പിന്നെ പരിപ്പ് താളിച്ച് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് മസാലയൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കിളിമീൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. കിളിമീനൊക്കെ പാത്രത്തിലേക്ക് ഇടുന്നതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതൊക്കെ അടുപ്പിൽ വെച്ചിട്ട് എന്താ പറയുക, അവരോടൊക്കെ കുറച്ച് കുശലൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരാൾക്കിട്ട അമ്മൂന്. അതിനിടയ്ക്ക് ഞാൻ അതൊക്കെ അടുപ്പിലൊക്കെ വെച്ച് തിളക്കാൻ നിന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വാഷ് ചെയ്യാനുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ സർഫിലിട്ട് വെച്ചിട്ട് ഞാൻ സർഫിലിടാൻ വേണ്ടി പോയി സർഫിലിട്ട് വെച്ചു. എന്നിട്ട് ഞാൻ തിരിച്ച് വന്നപ്പോൾ ഇവിടെ ഒരാൾക്ക് ഭയങ്കര കളിയില്ല. അവളെന്താ വെച്ചാൽ ഡോറുമ്മ കളിക്കാൻ അവളെ മെയിൻ പ്രശ്നം. മറ്റേ ആൾക്ക് എന്താ വെച്ചാൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര സന്തോഷം. അത് അവൾ വേഗുന്ന വരെ അവിടെ തന്നെ നിൽക്കും. ഇവളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഡോറിങ്ങനെ അടയ്ക്കുക തുറക്കുക, ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കിയിട്ട് നമ്മളെങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കും. മെയിനായിട്ട് ഇവിടെ പരിപാടി ഡോറുമ്മ കളിക്കുക. അവരോടൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ നമ്മളെ കറിയൊക്കെ തിളച്ചിട്ടുണ്ട്. ഭയങ്കര ചൂടാണ്. അപ്പം മുൻവശത്ത് പോയപ്പോൾ ചെറിയ കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കാറ്റ് കൊണ്ട് നിൽക്കുക, മീനൊക്കെ വേഗമ്പോഴേക്കും ഓർത്ത് അവിടെ നിന്നപ്പോൾ പേരമരമുണ്ട് നമ്മുടെ മുമ്പിൽ. ചെമ്പരത്തി പേരമരമൊക്കെ ഉണ്ട്. അപ്പോൾ പേരമരത്ത് നോക്കുമ്പോൾ ഒരു പേരയ്ക്ക ഇങ്ങനെ നല്ല മുഴുത്ത് നല്ല പഴുത്ത പോലെ നിൽക്കുന്നുണ്ട്. ചെറിയ കളർ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കണോ ഓർത്ത് നിന്നപ്പോഴാണ് ഇവിടെ ഭയങ്കര കരച്ചിലും. അമ്മ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ആനു എന്നെ കാട്ടി എന്താ പറയുക പിച്ചി എന്തൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോയിട്ട് അവിടെ അടുത്ത് ചോദിക്കാം. അവളെവിടെയെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ നമ്മൾ പോയി ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവളെ പോയി നോക്കുമ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ നോക്കി, അവിടെ ഒന്നും അവളില്ല. അപ്പോൾ ഞങ്ങൾക്ക് എടുക്കുന്ന റൂമിലൊക്കെ പോയി നോക്കി. റൂമിൽ പോയി നോക്കുമ്പോൾ അവിടെ ഇല്ല. ഡോറിൻ്റെ മറവിലൊക്കെ മാറി നിൽക്കുന്ന പരിപാടി ഉണ്ട് അവൾക്ക്. അപ്പോൾ അവിടെ ഒന്നുമില്ല. അപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ കിച്ചണിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കിച്ചണിലൊക്കെ പോയി നോക്കുമ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു ആരാ അമ്മൂനെ കാട്ടി. അപ്പോൾ അവൾ പറഞ്ഞു ആന് കാട്ടിയിട്ടില്ല, ആന് കാട്ടിയിട്ടില്ല, ആന് പാവം, അങ്ങനെയാണ് അവൾ പറയുക. ആന് കാട്ടിയിട്ടില്ല, പാവമാണ്. അപ്പോൾ ആന് കാട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അങ്ങനെ പരാതികളൊക്കെ പറഞ്ഞു രണ്ടാളെയൊക്കെ സോൾവ് ആക്കി കിട്ടും. അപ്പോഴേക്കും ഇവിടെ കറിയൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ചു. ഇനി വെള്ളം വറ്റാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പപ്പടം